ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ LDCയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള സെലക്ട് ചെയ്ത മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന ഒരു കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, കാര്യമൊന്നുമില്ല എന്നാലും പറയാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക മരം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മരം ഏതാണ്? തെങ്ങാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മരം തെങ്ങ്. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ആരുടെ കാലത്താണ് അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി? അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ശിവജിയുടെ കാലത്താണ് അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ആരാണ്? പണ്ഡിത രമാബായി ആണ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി ആണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. ഏതാണ്? വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ഏതാണ്? വിവരാവകാശ നിയമം. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? എപ്പോഴാണ്? 1957 ഏപ്രിൽ 5-നാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് ഏത്? സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഏതാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ദിര ആവാസ് യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ദിര ആവാസ് യോജന. ഇന്ദിര ആവാസ് യോജന ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ജൂനോ. ഏതാണ്? ജൂനോ. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജൂനോ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായക്. ആരാണ്? ജയന്തി പട്നായക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത്? ഏതാണ്? ബ്രിട്ടൻ ആണ്. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായമാണ് 35 വയസ്സ്. എത്രയാണ്? 35 വയസ്സ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം എപ്പോഴാണ്? 1947-ലാണ്. എപ്പോഴാണ്? 1947-ലാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഏതാണ്? വ്യാഴം. സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏതാണ്? സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. ബുധൻ. സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ചോദിച്ചാൽ ബുധനും, ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ വ്യാഴം. അടുത്ത ചോദ്യം, ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. സർ ഐസക് ന്യൂട്ടൻ ആണ് ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. സർ ഐസക് ന്യൂട്ടൻ. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പാണ്. ഏതാണ്? ചുവപ്പ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ്. അലുമിനിയത്തിന്റെ അയിര് ഏത്? അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അയണിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, അയണിന്റെ അയിര് ഹേമറ്റൈറ്റ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാന്ന് ചോദിച്ചാൽ ഇലക്ട്രോണും, പോസിറ്റീവ് ചാർജ് ഏതാന്ന് ചോദിച്ചാൽ പ്രോട്ടോണും, ചാർജ് ഇല്ലാത്ത കണം ഏതാന്ന് ചോദിച്ചാൽ ന്യൂട്രോണും. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനും, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനും, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനും. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഏതാണ്? ഓക്സിജൻ. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഏതാണ്? ഗതികോർജം. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഏതാണ്? ഗതികോർജം. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഡെസിബൽ മീറ്റർ ആണ്. എന്താണ്? ഡെസിബൽ മീറ്റർ. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഡെസിബൽ മീറ്റർ. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ്
ഡെസിബൽ മീറ്റർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്